അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ ആരോപണങ്ങളാണോ ഇത്? നല്ലതല്ലേ? ലുക്കും ഇല്ലല്ലോ മമ്മൂട്ടി, അത് വേറെ ആളല്ലേ. അപ്പോ എന്ന് ചോദിച്ചാൽ ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷെ ഒരു ലുക്കും ഇല്ലല്ലോ മമ്മൂട്ടി, അത് വേറെ ആളല്ലേ. അപ്പോ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മമ്മൂക്കായുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിനിമയല്ല. നിങ്ങൾ കണ്ട പോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്രയും പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയല്ല. അതുകൊണ്ടാണ് ആരാധകർക്കിടയിൽ നസ്ലൻ ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട്. അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവ നടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടന്റെയൊക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണോ ഇത്? നല്ലതല്ലേ? അല്ല, ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്ന് ഉള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഞാനും കണ്ടു, ട്രോൾ വീഡിയോ ഒക്കെ അല്ലേ, നല്ല രസമുണ്ട്. അല്ലാതെ അവിടുത്തെ ഓഡിയൻസ്, തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞതാണ്. സത്യമായിരുന്നു. ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത്. അവർക്കൊരു 2 സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു. അതപ്പോൾ അത് വലിയൊരു സിനിമയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. അജിത് സാറിന്റെ മോൻ. ഞങ്ങളുടെ രതീഷയുടെ തന്തോയി പോന്നോ പറയാനുള്ളത്? ഇല്ല, എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. റഹ്മാന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഗ്രൂമിങ്ങിൽ ഇവരെല്ലാവരും സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കൊണ്ടിരുന്നത്. പിള്ളേര് ആണെങ്കിൽ അവരൊന്നാണെങ്കിൽ ഞാനെന്തൊരു ചൂടായി ആ തന്തോയിപ്പാന്ന് പറയും. ആ കൈൻഡ് ഓഫ് പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാലും അതിനെല്ലാത്തിനും ഒരു കൗണ്ടേഴ്സൊക്കെ അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരിലേക്ക് എടുക്കണമെങ്കിൽ അപ്പുറം റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു. പലപ്പോഴും ഞാൻ ഓരോ ആർട്ടിസ്റ്റിനൊക്കെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. റഹ്മാൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ റഹ്മാനായിരിക്കും എല്ലാവരോടും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഞാൻ പോയി ഇവരുമായിട്ടിരുന്നിട്ട് സ്ലാങ് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അല്പം കൂടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിനൊരു ഭാരം അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു തരിക. അപ്പോൾ അത് പക്ഷെ അതും ഒരു രസമായിരുന്നു. ഒരു 95 ദിവസവും അത്ര ഒരു ചർച്ചയും ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞെത്തുന്നത് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു 1 മണിക്കൂർ ആ സിനിമ നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീനിനെ കുറിച്ച് ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയത് സിനിമ.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ character? ഇല്ല, ഞാൻ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഞാൻ ഫാലിനി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റഹ്മാനിക്കയുടെ സിനിമ. അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന റഹ്മാനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ ഷൂട്ടിൻ്റെ ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്രയും പോകേണ്ടി വരുന്നില്ല. നമ്മൾ ആദ്യമേ ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെ റഹ്മാനിക്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഇടപഴകിക്കൊണ്ടിരുന്നത്. അപ്പം ഡയറക്ടർ സീറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ റഹ്മാനിക്ക് എന്തായാലും ഒരു ബ്രദറിനെ പോലെയാണ്. അതുകൊണ്ട് അത്രയും പാടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാന എക്സ്പീരിയൻസ്? ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയെന്ന്? ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. ഒരു 3 റൗണ്ട് എനിക്കുണ്ടായിരുന്നു, നന്ദയ്ക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു, അനഘയുടെ എനിക്കറിയില്ല. പക്ഷേ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇറ്റ് ഓൾ വെൻറ്റ് സ്മൂത്ത്ലി. സോ വി ആർ ഹിയർ. സെയിം ക്വസ്റ്റ്യൻ. ഞാനും ഞാനും ഓഡീഷൻ വഴിയാണ് വന്നത്. ആൻഡ് എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അപ്പം അതുകൊണ്ട് ഐ എം ലക്കി ആൻഡ് കുറേ പഠിക്കാൻ പറ്റി. അങ്ങനെ എനിക്ക് ആദ്യം ഇവരുടെ അസോസിയേറ്റ് ആണ് കോൾ ചെയ്യണേ. ആരാ സജസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, പേര് പറഞ്ഞ കാതിൽ കണ്ടിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സറിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വാസ് എയിമിങ് ദാറ്റ്. ഞാനത് തന്നെ അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാണ് കൺഫേം ചെയ്യുന്നത്. അങ്ങനെ യെസ്, ബിക്കേം എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഇവിടെ ഉണ്ടായിരുന്നു. അതങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം അത് ഞാനങ്ങനെ അതൊരു ജാടയ്ക്ക് വേണ്ടിയിട്ടോ ഒരു അഹങ്കാരത്തിന്റെ പുറത്തോ പറഞ്ഞതല്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുകയും അതിന്റെ ഔട്ട്പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളത്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് ഷോൺ, അടുത്തിരിക്കുന്നത് മിസ്റ്റർ സമീർ. അദ്ദേഹം ഈ സിനിമയിൽ എൻ്റെ കോ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പാണ് ഈ സിനിമയുടെ ഇതുവരെയുള്ള. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള സുബീഷ് ഉണ്ട്, ജോബിനുണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കയറിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സന്ദീപ്. ഇത് ശ്രീനിയാണ് ഈ സിനിമയുടെ തിരക്കഥ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ ഈ സിനിമയിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരു ടെക്നിക്കൽ റൈറ്റർ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കക്ഷിയാണ്. ഇത് പിന്നെ അറിയാലോ, ഇവരൊക്കെ ആക്ടേഴ്സാണ്. പുറകിലിരിക്കുന്നവരെ നിങ്ങൾക്കറിയാം. ജോഫിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫിലിന്റെ ഹെൽപ്പും ജോഫിലിന്റെ ടീമിന്റെ ഹെൽപ്പുമാണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് കിട്ടാനും കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞങ്ങളുടെ ഇൻവിറ്റേഷനിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ.
അപ്പൊ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്ത വശങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഒരു ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാനത് ചിന്തിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ, അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തിവെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണല്ലോ. സോ ഒരുപാട് ഡിസ്കഷൻസ് നടന്നേ ഉള്ളൂ, അതിലൊന്നും ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല, ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ആഗ്രഹം. താങ്ക് യു.